Audio Jungle. Audio Jungle. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളിന്ന് പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ പോകുന്നത് മറൈൻ വേൾഡിലാണ്. ആമിക്കുട്ടിയെ കൊണ്ട് കാണിക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അങ്ങനെ ആമിക്കുട്ടി ഫുൾ സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. എപ്പോഴും ടാറ്റ പോകണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ ഒരു മറൈൻ വേൾഡ് വന്നിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. മറൈൻ വേൾഡ് വന്നിട്ട് കുറേ ആയി, ഒരു മാസത്തോളം ഓൾമോസ്റ്റ് ആവാൻ പോവാണ്. നമുക്ക് സമയം കിട്ടിയത് ഇപ്പോഴാണ് പോകാനായിട്ട്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളകത്ത് പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ വായോ. അങ്ങനെ ആമിക്കുട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. ഇങ്ങനെ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര, എപ്പോഴും വീട്ടിൽ ടാറ്റ പോകാം അങ്ങനെ ഭയങ്കര വാശിയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോൾ അവൾക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മീനെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മീനിൻ്റെ അടുത്തോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ അടുത്തോട്ട് വരുമ്പോഴേക്ക് അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, പേടിയായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ കണ്ടിട്ട് വാ 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 വാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം തോന്നിയൊരു മീനാട്ടോ ഇത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫിഷിനെ കാണുന്നതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഫിഷിനെ കണ്ടപ്പോൾ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആക്ച്വലി ഇവിടെ പേരൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാളുണ്ടായിരുന്നു കേട്ടോ. അത് കാണാനായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തിരക്ക്. ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ. ഇതാണ് ആൾ, നമ്മളെ മത്സ്യകന്യക. അങ്ങനെ പറയാം. ഭയങ്കര ആളായിരുന്നു. നമുക്ക് ഒന്ന് അടുത്ത് പോയി കാണാൻ തന്നെ ഇത്ര ക്യൂ ആണ്. ഫുള്ള് ആൾക്കാരായിരുന്നു ഇവരെ കാണാൻ വേണ്ടിയിട്ടേ. മെർമെയ്ഡ്, ഇംഗ്ലീഷിൽ മെർമെയ്ഡ് എന്ന് പറയില്ലേ, ആ ആളാണ് ആൾ. ഭയങ്കര ആളായിരുന്നു അവരെ കാണാനായിട്ട്. ഇനിയാണ് നമ്മൾ യഥാർത്ഥ മറൈൻ വേൾഡിലേക്ക് പോകുന്നത്. അടിപൊളി സ്ഥലമായിരുന്നു, അടിപൊളി. എന്താ പറയുക, നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് പോകുന്നത് പോലായിരുന്നു. ഈ അണ്ടർ വാട്ടർ ടണലിൽ പോവാനേ നല്ല രസമായിരുന്നു. ആ മീനൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ വേറെ എവിടെയോ ആണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ കടലിൻ്റെ അടിയിലാണെന്ന് തോന്നിപ്പോകും നമുക്ക്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം പോയി കണ്ടിരിക്കണം കേട്ടോ. മസ്റ്റ് വിസിറ്റ് ആണ്. കാരണം അതുപോലായിരുന്നു നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ്. അതും കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിലായിരിക്കും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ആമിക്ക് പേടിയായിരുന്നു, പക്ഷെ അവൾ എൻജോയ് ചെയ്തു.
അങ്ങനെ എല്ലാം അടിപൊളി സെറ്റായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയെടുത്ത് കുറേ സ്റ്റോൾസ് ആയിരുന്നു കേട്ടോ. ഈ ടണലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഉള്ളത് സ്റ്റോൾസാണ്. സ്റ്റോൾസിൽ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം അത്രയ്ക്ക് എടുക്കാനുണ്ട്. സ്റ്റോൾസ് എന്ന് പറഞ്ഞാൽ ഓരോരോ ബാഗ്സിൻ്റെ, ഡ്രസ്സസിൻ്റെ സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആയുർവേദത്തിൻ്റെയൊക്കെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ, അങ്ങനെ കുറേ നടന്നിട്ട് തീരുന്നില്ല. ഇതിനൊരു അവസാനം ഇല്ലേന്ന് വരെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. അവസാനത്തെ ഇത് വന്നപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ട് വന്നു. അപ്പോൾ അവിടെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം അങ്ങ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.